തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. നന്മ വഴിയിലെ സൗമ്യ സ്വരൂപമായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കെ കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ലൊരു സുഹൃത്ത് നഷ്ടപ്പെട്ട വേദനയാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായത്. 100% സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള ആളായിരുന്നു അദ്ദേഹമെന്നും താൻ ആദ്യമായി നിയമസഭയിൽ എത്തുമ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നുവെന്നും മന്ത്രിയായിരുന്നപ്പോൾ പുതുമയുള്ള പല പദ്ധതികളും ആശയങ്ങളും ആവിഷ്കരിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ആരുമായി അപ്രിയമായി വേദനിപ്പിക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയുമായിരുന്നു. മികച്ച വായനക്കാരനും കൂടിയായിരുന്നു അദ്ദേഹമെന്നും നിയമസഭാ പ്രസംഗത്തിലടക്കം അത് അടുത്ത് അനുഭവിക്കാൻ സാധിച്ചുവെന്നും സതീശൻ പറഞ്ഞു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഞാൻ MLA ആകുന്നതിന് മുമ്പ് അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ 2001 ആദ്യമായി MLA ആയി നിയമസഭയിൽ ചെല്ലുമ്പോൾ അദ്ദേഹമുണ്ട്. ഞങ്ങൾ വളരെ സഹപ്രവർത്തകരായിരുന്നു. പിന്നീട് അപകടമൊക്കെ പറ്റി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ നിരന്തരമായി ഫോൺ ചെയ്യുകയും തിരുവനന്തപുരത്ത് വന്നാൽ കാണുകയും കാണാൻ പറ്റാവുന്ന ഘട്ടങ്ങളിലെല്ലാം കാണുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇത്രയും നല്ലൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ നിറഞ്ഞ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 100% ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. നമുക്ക് എത്ര പേരെ പറ്റി അങ്ങനെ പറയാൻ പറ്റും? എത്ര പേരെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ 100% ആത്മാർത്ഥതയുള്ള സത്യസന്ധനായിരുന്ന ഒരാളായിരുന്നു. വളരെ ആക്റ്റീവായി ഓടി നടന്നിരുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ പറഞ്ഞ അധ്യക്ഷൻ 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായി, അല്ലേ, ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും ഭംഗിയായി ഫയലുകൾ പഠിച്ച് കൈകാര്യം ചെയ്തിരുന്നതാണ്. നന്നായി ഫയലുകൾ പഠിച്ചു. എന്താണ് ലോക്കൽ ബോഡി, പഞ്ചായത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്താണ് എന്നുള്ള കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. കുറച്ചു കാലത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യാൻ, പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ, പുതിയ കാര്യങ്ങൾ ആലോചിക്കാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അദ്ദേഹം അങ്ങനെയല്ല, പുതുമ കണ്ടെത്താൻ ശ്രമിച്ചു. തനിക്ക് അറിവുള്ള കാര്യങ്ങൾ അതിനെ പ്രായോഗിക തലത്തിൽ എത്തിച്ചു. ഒരുപാട് കാര്യങ്ങൾ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക ഗവൺമെന്റുകൾ പോലെ തന്നെ പ്രാദേശിക കോടതി വേണം, ലോക്കൽ കോടതികൾ വേണം. ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വേണം. ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപാട് ആശയങ്ങൾ. ആ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളാണ്. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഫയലുകളെല്ലാം നന്നായി പഠിച്ചു. ചിലരടുത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം പഠിച്ച് ഉദ്യോഗസ്ഥന്മാർ തെറ്റായിട്ടുള്ള ധാരണയാണ് ഉള്ളതെങ്കിൽ അത് അദ്ദേഹം തിരിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബോധ്യപ്പെടുത്തുമായിരുന്നു. അതിന്റെ മറുവശം സ്നേഹപൂർവ്വമായി ബോധ്യപ്പെടുത്തുമായിരുന്നു. ആരെയും ശാസിക്കാതെ, ആരുമായിട്ടും വഴക്കിടാതെ, ഒരു അപ്രിയമായി കാര്യങ്ങളൊന്നും പറയാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് നന്നായി പറയുമായിരുന്നു. പക്ഷെ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നെങ്കിലും എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം വലിയ വായനക്കാരനായിരുന്നു. വലിയ വായനക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല. അദ്ദേഹം വളരെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 വായനക്കാരെ എടുത്താൽ ഒരാൾ ശ്രീ കുട്ടി അഹമ്മദ് സാഹിബ്. ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ എല്ലാ കാര്യവും സംസാരിക്കുമായിരുന്നു. നല്ല പുസ്തകം വായിച്ചാൽ എന്നോട് പറയായിരുന്നു അത് വായിക്കണമെന്ന് പറയാൻ. ഞാൻ നല്ല പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തോട് പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വായന വളരെ പരപ്പാർന്ന വായനയാണ്. നിയമസഭയിൽ തന്നെ പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ വരും, അറിയാതെ ഇങ്ങനെ വരും. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഗബ്രിയേൽ ഗാർഷിയ മർക്കേസിന്റെ കോളനകാലത്തെ പ്രണയം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം ഒരു പ്രസംഗത്തില്, അസംബ്ലിയിലെ പ്രസംഗത്തിൽ പറയുകയാണ്. അന്ന് പല മലയാളികൾ ആ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. മർക്കേസിന്റെ പുസ്തകം, മർക്കേസിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമായിരുന്നു.
ആ പുസ്തകത്തെക്കുറിച്ച് നടത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്നിട്ട് എൻ്റെ സീറ്റിൽ നിന്ന് പോയി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. നന്നായിട്ടാണ് അത് സംസാരിച്ചത്, ആ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഭയങ്കര വലിയ ഒറേറ്ററൊന്നും ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അതിൻ്റെ അകത്തൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തൊരു ആശയം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയൊക്കെ പോയി കണ്ടു. ഭയങ്കരമായ ഒരുപാട് പുസ്തകങ്ങൾ മറ്റ് ലൈബ്രറികൾക്കൊക്കെ സംഭാവന ചെയ്തുകൊണ്ടാണ്. ചെമ്മാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CH മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. MP-മാരായ ET മുഹമ്മദ് ബഷീർ, ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം, മുൻ മന്ത്രി PK അബ്ദുറബ്ബ, അരിമ്ര മുഹമ്മദ് മാസ്റ്റർ, MP ഇസ്മായിൽ, PSH തങ്ങൾ, MA ഖാദർ, അഡ്വക്കേറ്റ് ആരിഫ് താനൂർ, ഉമ്മർ ഒട്ടുമ്മൽ, TPM ബഷീർ, K കുഞ്ഞിമരക്കാർ, VT സുബൈർ തങ്ങൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പിന്നെ അതിനു മുമ്പ് തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കുകയുണ്ടായി. തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഇത്തരം വിപുലമായ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഏത് നിലയിലും ഉചിതമായി. മരണപ്പെട്ടു പോകുന്ന നമുക്കിടയിൽപ്പെട്ടവരോടുള്ള ആദരം കൂടിയാണ് ഇതുപോലുള്ള അനുസ്മരണ പരിപാടി, പ്രാർത്ഥന കൂടിയാണ്. മരിച്ചവർക്ക് നമ്മുടെ വാക്കുകളേക്കാൾ ആവശ്യം പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഏത് അനുസ്മരണവും ഒരു പ്രാർത്ഥനയായി കലാശിക്കണം എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒത്തുകൂടലുകൾ പരേതാത്മാവിനെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമായി തീരുന്ന സംഗമങ്ങളാണ്. ഇത്രയും പേരുടെ പ്രാർത്ഥനകൾ ദിവസങ്ങൾക്ക് ശേഷവും ദേഹവിയോഗം ചെയ്ത് മറഞ്ഞുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെ അവർക്കൊരു നേട്ടമാണ്. ആ നേട്ടത്തിന് കാരണം അവർ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള ജീവിതവും ആ ജീവിതത്തിലെ സേവനങ്ങളുമാണ്. സൗമ്യനായൊരു മനുഷ്യനായിരുന്നു. സൗമ്യത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനൊരു അധികപ്പറ്റല്ല എന്ന് തെളിയിച്ച മനുഷ്യനാണ്. രാഷ്ട്രീയത്തിൽ മുമ്പൊന്നുമില്ലാത്ത വിധം പരുക്കൻ ഭാവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് ഇങ്ങനെയുള്ള സൗമ്യരായ മനുഷ്യർക്കും പൊതുരംഗത്തും രാഷ്ട്രീയത്തിലും നിലനിൽക്കാനാകും, പ്രവർത്തിക്കാനാകും എന്ന് തെളിയിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വളരെ സൗമ്യനായിട്ട് മാത്രമേ നമുക്കെല്ലാവർക്കും കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ ആ സൗമ്യഭാവം അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയുണ്ടായി. പിതാക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കണം അത്ര സൗമ്യമായ, അത്ര ശാന്തമായ പ്രകൃതം. ചിലതൊന്നും ആർജിക്കാൻ സാധിക്കില്ല. മനുഷ്യരുടെ വ്യക്തിഗുണങ്ങൾ രണ്ടെണ്ണമാണ്. അനുസ്മരണ സമ്മേളനത്തിൽ VP കോയ ഹാജി, AK മുസ്തഫ, C ചെറിയാപ്പു ഹാജി, CT നാസർ, BK സിദ്ദീഖ്, UK മുസ്തഫ മാസ്റ്റർ, റസാഖ് പാടഞ്ചേരി, UA റസാഖ്, അലി തെക്കേപ്പാട്ട, റഫീഖ് പാറക്കൽ, CK റസാഖ്, MP കുഞ്ഞിമൊയ്തീൻ, ഊർപ്പായ് മുസ്തഫ, ഫസലുദ്ദീൻ തയ്യിൽ, PP ഷാഹുൽ ഹമീദ്, തസ്ലീന ഷാജി പാലക്കാട്ട്, സലീന കരുമ്പിൽ, സുലൈഖ കാലൊടി, മാതോളി നഫീസു, VV ജമീല ടീച്ചർ, PMA ജലീൽ, ഉള്ളാട്ടുകോയ, M അബ്ദുറഹ്മാൻ കുട്ടി, C അബ്ദുറഹ്മാൻ കുട്ടി, PT സലാഹു, KV സലാഹുദ്ദീൻ, അർഷദ് ചെട്ടിപ്പടി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.